ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ആവശ്യമായുള്ള സാധനങ്ങൾ: 1.5 കിലോ പോർക്ക് നന്നായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്. പിന്നെ ഞാൻ 2 മീഡിയം സൈസ് സവാള നുറുക്കിയത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു തുടം ചതച്ചത്, 3-4 ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട്, പിന്നെ ഡബിൾ ഓസിൻ്റെ മീറ്റ് മസാല നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാനുള്ളത്. ഗരം മസാല ഞാൻ ഇവിടെ ബ്രാഹ്മിൺസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം. കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടാം. എരിവിനനുസരിച്ചിട്ട് മതി. കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഫ്രഷായത്, നമ്മൾ അത് ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും 1 ടീസ്പൂൺ ആയാലും ചേർത്താൽ മതി. സോർക്ക ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കുക. എന്നിട്ട് ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തിട്ടാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ, ഇത് 1.5 കിലോ പോർക്കാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണും അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഞാനിതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ടാണ് അത് കുക്കറിൽ 2 വട്ടം വിസിലടിക്കും. 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റി ചേർത്ത് അത് ഫ്രൈ ആക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ മല്ലിപ്പൊടി ചൂടാക്കാനായിട്ട് ഇതുപോലത്തെ ടേബിൾ സ്പൂണിൽ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മീറ്റ് മസാല ഞാൻ അതിൽ ചേർക്കണ കാരണം ഇത് 2.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ പച്ചമുളകും കുരുമുളകും ചേർക്കണ കാരണം ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇത് നമുക്ക് ഈ 2 പൊടിയും നമുക്കൊന്ന് ചെറുതായിട്ട്, അധികം കറുപ്പ് കളർ വരണ്ട, ഒരു ഇളം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി ഇവിടെ ചൂടായിട്ടുണ്ട്. മല്ലിയും മുളക് പൊടിയും ഒന്ന് ഇളം ബ്രൗൺ നിറം ആയാൽ മതി. അധികം മൂത്ത് കരിയണ്ട. ഇങ്ങനെ ഒരു ഇളം ഷെയ്ഡാകുമ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒന്നും വെച്ചിട്ടല്ല ചൂടാക്കിയിട്ടുണ്ട്, വെറുതെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടുള്ളൂ. ഇത് നമുക്ക് അതിലേക്ക് തിരുമ്പി ചേർക്കാം. പോർക്കിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഇത് തിരുമ്പി ചേർക്കാം. ഇതിലേക്ക് ഞാൻ മീറ്റ് മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഡബിൾ ഓസിൻ്റെ മീറ്റ് മസാലയാണ് ചേർക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒരു കൂടുതൽ സ്മെല്ലിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി യോജിപ്പിച്ചിട്ടാണ് കുക്കറിൽ ഒരു 2-3-4 വിസിൽ വേണ്ടി വരും. നന്നായിട്ട് വേവണം. 4 വിസിൽ കളഞ്ഞിട്ട് നോക്കുക വെന്തിട്ടുണ്ടോയെന്നില്ലെങ്കിൽ 2 വിസിലും കൂടി കളയാം. എന്നിട്ട് നമുക്കത് സവാളയൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മസാല തിരുമ്പിയതിൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ആയാലും മതി വെള്ളം ഒഴിച്ചിട്ട്. ഇത് അടി പിടിക്കാൻ പാടില്ല, നമ്മൾ കാറ്റ് കളയുന്നുണ്ടല്ലേ, അപ്പോൾ അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇത് 4 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. പിന്നെ നമുക്ക് സവാള ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കാറ്റ് കളയാം. നമ്മളപ്പോൾ ഇത് മൂടിയിട്ടുണ്ട്.
ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിൻ്റെ വിസിൽ കളയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് കുക്കർ വിസിൽ പോണ നേരം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഇതിലേക്ക് ആവശ്യമായത് വഴറ്റിയെടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാളയും ഇഞ്ചിയും കുറച്ചൊക്കെ നമ്മൾ പെരട്ടണയിൽ പെരട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് വഴറ്റി ചേർക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ചതച്ചതൊക്കെ കൂടിയിട്ട് നമുക്ക് വഴറ്റാം. അപ്പോൾ സവാള ഒക്കെ ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഏകദേശം വഴന്ന് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ തക്കാളി ചേർക്കാറില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ചെറിയ തക്കാളി ഇത് പുളിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ തക്കാളി സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ പോർക്ക് അവിടെ 4 വിസിലിൽ വെന്തിട്ടുണ്ട്. ഇവിടെ 4 വിസിലിൽ വെന്തിട്ടുണ്ട്. ഓരോരുത്തരും നോക്കിയതിന് ശേഷം വെന്തതിന് ശേഷം മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. 4 വിസിലിൽ വെവാത്തവരുണ്ടെങ്കിൽ 1 വിസിൽ കൂടി കളഞ്ഞിട്ട് വേവിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇത് പോർക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതലുള്ള നെയ്യ് ഞങ്ങൾ ഊറ്റി വയ്ക്കും. പിന്നെ ഇതിലേക്ക് ഞങ്ങളൊരു കായ, ഒരു 3-4 ചെറിയ കായ തൊലി കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ കറിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഞങ്ങൾ വേറെ ഈ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് ഇതിലെ നെയ്യ് പിടിക്കാനായിട്ട് നമ്മൾ പോർക്കിലേക്ക് ചേർക്കും. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഞങ്ങൾ കുക്കറിൽ നമ്മൾ കുക്കറിൽ വേവിച്ച കാരണമാണ് നേന്ത്രക്കായ അതിലിടാഞ്ഞത്. അപ്പോൾ വേറെ 2 വിസിൽ കളഞ്ഞിട്ട് വേവിച്ചിട്ട് നമ്മളിതിൽ ലാസ്റ്റ് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നേന്ത്രക്കായ മുഴുവൻ ഉടഞ്ഞു പോവും. പാകത്തിന് വേവാകുമ്പോൾ നേന്ത്രക്കായ എടുത്തിട്ട് പോർക്കിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അത് അമർത്തുമ്പോൾ മാത്രമേ നമ്മൾ തുടർച്ചയായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.